പുരാവസ്തു തട്ടിപ്പ് കേസിലെ പ്രതി മോൻസൺ മാവുങ്കലിന്റെ വീട്ടിൽ മോഷണം. കൊച്ചിയിലെ വാടക വീട്ടിലാണ് മോഷണം നടന്നത്. എറണാകുളം നോർത്ത് പോലീസ് എത്തി പരിശോധന നടത്തി. പുരാവസ്തു തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത മോൻസൺ മാവുങ്കലിന്റെ കൊച്ചിയിലെ ഈ കാണുന്ന വീട്ടിലാണ് മോഷണം നടന്നത് എന്നാണ് ഇപ്പോൾ എറണാകുളം നോർത്ത് പോലീസിന് ഇപ്പോൾ പരാതി ലഭിച്ചിരിക്കുന്നത്. മോൻസന് ഈ ജയിലിലായിരുന്നു. അതിനിടയിൽ ഇന്ന് പരോള് ഒരു ദിവസത്തേക്ക് കിട്ടിയിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളും മറ്റും കൃത്യമായ രീതിയിൽ അളന്ന് തിട്ടപ്പെടുത്തി അത് മോൻസന് കൊണ്ടുപോകാമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പരോള് കിട്ടി ഇവിടെ എത്തി വന്നതാണ്. ആ ഘട്ടത്തിലുള്ള പരിശോധനയിലാണ് ഇവിടെ പല വിലപിടിപ്പുള്ള സാധനങ്ങളും കാണാനില്ല എന്ന കാര്യം പറയുന്നത്. അതായത് ഇവിടെ ഉണ്ടായിരുന്ന CCTV തകർത്തുകൊണ്ടാണ് ഈ മോഷണം നടന്നതെന്നാണ് മോൻസന്റെ അഭിഭാഷകനും ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നഷ്ടമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട സാധനങ്ങളൊന്നും തന്നെ കാണാനില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിലപിടിപ്പുള്ള സാധനങ്ങൾ അദ്ദേഹത്തിൻ്റെ അവകാശപ്രകാരം 20 കോടിയോളം വിലയുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് പോലീസിൽ വീട്ടുടമസ്ഥരുടെ ഒരു പരാതി പോയിട്ടുണ്ട്. ഞങ്ങളൊരു പരാതി കൊടുക്കുന്നുണ്ട്. മോൻസൺ മാവുങ്കൽ ജയിലിൽ നിന്നും പരാതി സൂപ്രണ്ട് മുഖാന്തരം കൊടുക്കുന്നത്. നിലവിൽ ഇവിടെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ മോൻസനും എത്തിയാണ് ഈ സാധനങ്ങളെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ തിട്ടപ്പെടുത്തി കൊണ്ടുപോകുവാനായിട്ട് എത്തിയത്. പക്ഷേ ആ ഘട്ടത്തിലാണ് മോൻസൻ പറയുന്നത് ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 20 കോടിയുടെ വിലപിടിപ്പുള്ള അമൂല്യ സാധനങ്ങളാണ് നഷ്ടമായിട്ടുള്ളത് എന്നാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എറണാകുളം നോർത്ത് പോലീസ് എത്തി ഇപ്പോൾ പരിശോധനയും കാര്യങ്ങളൊക്കെ നടത്തി മോൻസനെയും തിരികെ ക്രൈംബ്രാഞ്ച് കൊണ്ടുപോയിട്ടുണ്ട്. മോൻസന്റെ അഭിഭാഷകനാണ് ഇത് സംബന്ധിച്ച് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. തൊട്ട് അപ്പുറത്ത് CCTV ഉണ്ട്. ആ CCTV പൊളിച്ചു മാറ്റിയിട്ടാണ് ഈ മോഷണം നടന്നിരുന്നതെന്നാണ് പറയുന്നത്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇവർ ഇവിടെ എത്തിയിരുന്നു. ആ സമയത്ത് മോഷണം നടന്നിട്ടില്ല. അപ്പോൾ ഈ 2 ആഴ്ചക്ക് ശേഷമാണ് ഈ മോഷണം അരങ്ങേറിയത് എന്നും കൂടി വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും നിലവിലിപ്പോൾ എറണാകുളം നോർത്ത് പോലീസ് സംബന്ധിച്ച് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിനു പാമ്പയ്ക്കൊപ്പം ഷാപൂർ സൗത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.